തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ ഒന്നാം പ്രതിയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനായിരുന്ന സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചിരുന്നത് SDPI പ്രവർത്തകരാണ് എന്നുള്ള വിവരം പുറത്തു വന്ന് തുടങ്ങുന്നുണ്ട്. എന്തായാലും ഈ വിവരത്തോടുകൂടി കണ്ണൂരിൽ നിന്നും പലരും കൂട്ടപലായനം ചെയ്തു തുടങ്ങി എന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു. സവാദിന്റെ ഫോണിൽ നിന്നും ലഭിച്ച തെളിവുകളിൽ നിന്നുമാണ് ദേശീയ അന്വേഷണ ഏജൻസി സവാദിനെ സഹായിച്ചവരിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവർക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസിയും മട്ടന്നൂർ പോലീസും അന്വേഷണം ആരംഭിച്ചതോടുകൂടിയാണ് പല SDPI പ്രവർത്തകരും കണ്ണൂരിൽ നിന്നും മട്ടന്നൂരിൽ നിന്നുമൊക്കെ രായ്ക്ക് രാമായണം കടന്നു കളഞ്ഞിരിക്കുന്നത്. മട്ടന്നൂർ ഇരിട്ടി പ്രദേശങ്ങൾ സവാദിനെ ഒളിവിൽ പാർപ്പിച്ചത് ഇവരാണ് എന്ന് NIAക്ക് നേരത്തെ തന്നെ വിവരം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും മട്ടന്നൂർ ബേരത്ത് എത്തുന്നതിന് മുൻപ് തന്നെ ഇയാൾ 2 വർഷം താമസിച്ചത് ഇരിട്ടി വിളക്കോട് ചാക്കാട്ടിലെ SDPI കേന്ദ്രമായ പൂഴിമുക്കിലാണ്. ഇവിടെ താമസിച്ചതാവട്ടെ വേലക്കോത്തെ ആമിന എന്ന ആളുടെ പേരിലുള്ള വീട്ടിലാണ്. ആമിനയുടെ മകനും SDPI പ്രവർത്തകനുമായ വ്യക്തിയാണ് ഈ വീട് നോക്കി നടത്തുന്നത്. ഇയാളുടെ അനിയനും SDPI പ്രവർത്തകനുമായ ഉനൈസ് CPM ബ്രാഞ്ച് സെക്രട്ടറി നാരോത്ത് ദിലീപൻ വധക്കേസിൽ പ്രതിയായതിനെ തുടർന്ന് ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. RSS പ്രവർത്തകനായ ശ്യാമപ്രസാദ് വധക്കേസിലെ പ്രതി ചെമ്പോത്ത് ഷെരീഫിന്റെ ഉൾപ്പെടെ അറിവോടെയാണ് സവാദ് ഇവിടെ താമസിച്ചത് എന്നുള്ള വിവരമടക്കം പുറത്തു വരുന്നുണ്ട്. എന്തായാലും മട്ടന്നൂർ നഗരസഭ ഭരിക്കുന്നത് CPM ആണ് എങ്കിൽ പോലും ഇവിടെ പാർട്ടി ഗ്രാമങ്ങൾ അധികമായി ഉണ്ട് എങ്കിൽ പോലും SDPIക്ക് വ്യക്തമായ സ്വാധീനമുള്ള പ്രദേശം തന്നെയാണ് ഈ മട്ടന്നൂരും പരിസര പ്രദേശങ്ങളും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സവാദിന്റെ അറസ്റ്റിനെ തുടർന്ന് പലയിടങ്ങളിൽ നിന്നും SDPIക്കാരുടെ കൂട്ടപലായനം ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇവർ എങ്ങോട്ട് പലായനം ചെയ്താലും തീർച്ചയായും അന്വേഷണ സംഘം ഇവർക്ക് പിന്നാലെ ഉണ്ടാവും എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.